എല്ലാ വെടിനിർത്തൽ കരാറുകളും ലംഘിച്ച് ഇറാനിലും ലെബനനിലും യുദ്ധം തുടരുന്ന ഇസ്രയേലിന് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. ഇസ്രയേലുമായുള്ള എല്ലാ പ്രതിരോധ കരാറുകളിൽ നിന്നും ഇറ്റലി പിന്മാറിയിരിക്കുകയാണ്. ഓരോ 5 വർഷവും പുതുക്കാറുള്ള പ്രതിരോധ ആയുധ കരാർ പുതുക്കേണ്ടതില്ല എന്ന് ഇറ്റാലിയൻ സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി ജോർജിയ മെലോണി അറിയിച്ചിരിക്കുകയാണ്. സമീപകാല സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇറ്റലിയുടെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനൊപ്പം ലെബനനിൽ കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങളും ഇറ്റലിയെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആകെ നടത്തുന്ന ആയുധ ഇറക്കുമതിയുടെ 1.3% മാത്രമാണ് ഇറ്റലിയിൽ നിന്ന് വരുന്നത് എങ്കിൽ കൂടി ഇസ്രയേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയിൽ 3-ാം സ്ഥാനത്താണ് ഇറ്റലി. അതുകൊണ്ട് തന്നെ ഇറ്റലിയുടെ ഈ തീരുമാനം പ്രതിരോധ രംഗത്ത് ഇസ്രയേലിന് പ്രതിസന്ധി ഉണ്ടാക്കും. ഒപ്പം രാഷ്ട്രീയമായി നോക്കിയാൽ ഒരു സഖ്യരാഷ്ട്രം കൂടി ശത്രുപക്ഷത്താകുന്നു എന്ന പ്രത്യേകതയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ചരിത്രപരമായി തന്നെ ഏറെ ഇഴയടുപ്പമുള്ള രാഷ്ട്രങ്ങളാണ് ഇസ്രയേലും ഇറ്റലിയും. ഈ പുരാതന ബന്ധം കൂടിയാണ് ഇവിടെ അറ്റുപോകുന്നത്. സമീപകാല സാഹചര്യങ്ങൾ മുൻനിർത്തി ഇസ്രയേലുമായി സൈനിക സഹകരണ കരാറുകളും പിന്തുണയും ഇറ്റലി മരവിപ്പിച്ചതായി ജോർജിയ മെലോണി പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും നേരത്തെ വ്യക്തമാക്കിയതാണ്. കാലാകാലങ്ങളായി ഓരോ 5 വർഷത്തിലും ഇറ്റലിയും ഇസ്രയേലും പ്രതിരോധ സൈനിക സഹകരണ കരാർ പുതുക്കാറുണ്ടായിരുന്നു. 2006 ഇസ്രയേലും ഇറ്റലിയും പ്രതിരോധ സൈനിക സഹകരണ കരാർ അംഗീകരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ 5 വർഷത്തിലും കരാർ പുനഃപരിശോധിക്കുകയും പുതുക്കുകയും ചെയ്യാറുണ്ട്. സൈനിക ഉപകരണങ്ങൾ, പരിശീലനം, വിവര സാങ്കേതിക വിദ്യ, ഗവേഷണം, വികസനം തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന ഭാഗം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന 3ാമത്തെ രാജ്യമാണ് ഇറ്റലി. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ അമേരിക്കയും ജർമ്മനിയുമാണ്. 2021-25 കാലയളവിൽ ഇറ്റലി ഇസ്രയേലിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇസ്രയേലിന്റെ ആയുധ ഇറക്കുമതിയുടെ 1.3% മാത്രമാണ് എങ്കിലും ഇതൊരു കുറവ് തന്നെയാകും. മാത്രമല്ല, ഗാസയിൽ ഇസ്രയേൽ നടത്തിയ നരനായാട്ടിന്റെ സമയത്ത് തന്നെ പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഇസ്രയേലുമായുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇക്കുറി ഇറ്റലിയും ആയുധ കരാർ പുതുക്കേണ്ടതില്ല എന്ന നിലപാട് ഇറ്റാലിയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ലെബനനിൽ സമാധാന ദൗത്യവുമായി പോയ ഇറ്റലിയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും സമാധാന പ്രവർത്തകരുടെ സംഘത്തെ ഇസ്രായേൽ സേന ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഇസ്രായേലി അംബാസഡറെ ഇറ്റലി വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അംഗീകരിക്കാനാകില്ല എന്ന ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റണിയോ ടജാനിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേലും വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും കരാർ റദ്ദാക്കിയതിന് കാരണമായിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് നിയമവിധേയമാക്കുന്നതിനെ കുറിച്ചും കരാർ പുതുക്കാത്തതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇറ്റാലിയൻ സർക്കാർ ആലോചിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയ വക്താക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ മെലോണിക്കെതിരെ അതിരൂക്ഷ വിമർശനവും പരിഹാസവുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാനെതിരെ നീങ്ങാൻ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിന് മെലോണിക്ക് ധൈര്യമില്ല എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. മെലോണി അമേരിക്കയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം തന്നെ ഞെട്ടിച്ചുവെന്നും ട്രംപ് പറയുകയുണ്ടായി. ഇസ്രയേലിന് വേണ്ടി മെലോണിയുമായുള്ള ബന്ധവും രാഷ്ട്രീയ സഖ്യവും തകർക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. മാർപ്പാപ്പയെ വിമർശിച്ചും ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതും ഇറ്റലിയുടെയും ട്രംപിന്റെയും ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിലും ഇരുവരും വാക്പോര് നടത്തിയിരുന്നു. ട്രംപിന്റെ വാക്കുകൾ അസ്വീകാര്യമാണ് എന്ന് മെലോണി തുറന്നടിച്ചപ്പോൾ മെലോണിയാണ് അസ്വീകാരിയായ വ്യക്തിയെന്ന് ട്രംപും തിരിച്ചടിച്ചു. ഇറാൻ ആണവായുധം ഉപയോഗിച്ച് 2 മിനിറ്റിനകം ഇറ്റലിയെ തകർക്കുമെന്നും മെലോണി അതിനെക്കുറിച്ച് ബോധവതിയല്ല എന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ലോകത്തെ 2 പ്രമുഖ നേതാക്കളുടെ വാക്പോര് യൂറോപ്യൻ രാഷ്ട്രീയത്തിലും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതോടെ ട്രംപിന് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണുന്നത്. ഇത് നാറ്റോയ്ക്കുള്ളിലെ വലിയ വിള്ളലുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നാറ്റോയെ ഒരു പേപ്പർ ടൈഗർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാകാത്ത സ്പെയിനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അദ്ദേഹം ബ്രിട്ടനും മതിയായ പിന്തുണ നൽകുന്നില്ല എന്ന് ആരോപിച്ചിരുന്നു. അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയാത്തവർ എണ്ണ സ്വന്തമായി കണ്ടെത്തട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ മറുപടി. ഇതിനിടയിൽ തന്നെ ഇറാനുമായുള്ള സമാധാന ചർച്ച തുടരുമെന്ന സൂചന കൂടി ട്രംപ് നൽകുന്നുണ്ട്. വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചയിലേക്ക് ട്രംപും എത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണമില്ല.
അടുത്ത 2 ദിവസത്തിനുള്ളിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്നും ഞങ്ങൾ ഏകദേശം ലക്ഷ്യത്തിൽ എത്തിയതായുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ ശ്രമങ്ങളെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു. അസിം മുനീർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അടുത്തു തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകൾ ചർച്ചകളിൽ ട്രംപ് നേരിട്ട് പങ്കെടുത്തേക്കുമോ എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച 21 മണിക്കൂറോളം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയെങ്കിലും കരാറിലെത്താതെ പരാജയപ്പെടുകയായിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കേണ്ട കാലാവധിയെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ആദ്യ റൗണ്ട് ചർച്ച പരാജയപ്പെടാൻ ഇടവരുത്തിയത്. യുറേനിയം സമ്പുഷ്ടീകരണം അടുത്ത 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നായിരുന്നു അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇത് അസാധ്യമാണ് എന്നും 5 വർഷമാണ് എങ്കിൽ പരിഗണിക്കാമെന്നും ഇറാന് നിലപാടെടുത്തു. ഹോർമൂസിലെ ഇറാൻ നിയന്ത്രണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളും ചർച്ച വഴിമുട്ടുന്നതിന് കാരണമായി. ഇതോടെ 21 മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടും ഫലവത്താകാതെ പിരിയുകയായിരുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച കരാറുകളിൽ ഇറാൻ വ്യക്തമായ മറുപടി നൽകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ പ്രതിനിധി സംഘം മടങ്ങിയത്. എന്നാൽ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുന്നതിനായി ഒരു കാരണം കണ്ടുപിടിക്കുകയായിരുന്നു അമേരിക്ക എന്നായിരുന്നു ഇറാന്റെ അവകാശവാദം. ഹോർമൂസിലെ അമേരിക്കയുടെ ഉപരോധം പൊളിച്ചുകൊണ്ട് കൂടുതൽ കപ്പലുകൾ ഹോർമൂസ് കടന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഉപരോധത്തിന്റെ 1-ാം ദിനം തന്നെ ഇറാൻ ബന്ധമുള്ള 5 കപ്പലുകൾ ഹോർമൂസ് കടന്നുപോയതായാണ് റിപ്പോർട്ട്. US മുൻപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന കപ്പലുകളിൽ 3 എണ്ണം ക്രൂഡ് ഓയിലുമായി കടന്നുപോയതായി പറയപ്പെടുന്നു. റിച്ച് സ്റ്റാറി, മുരളികൃഷ്ണൻ എന്നീ ചൈനീസ് കപ്പലുകളും പാനമ പതാക വഹിച്ച കപ്പലുമാണ് അമേരിക്കൻ ഭീഷണിയും ഉപരോധവും ലംഘിച്ച് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഇതിൽ റിച്ച് സ്റ്റാറി എന്ന കപ്പൽ 2023 അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയ ടാങ്കർ കപ്പലാണ്. നേരത്തെ ഫുൾ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഈ കപ്പൽ ഊർജ പ്രതിരോധം ഒഴിവാക്കാൻ ഇറാനെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണ് US കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഹോർമൂസിൽ US ഉപരോധം പ്രാബല്യത്തിൽ വന്ന ഉടനെ ഈ കപ്പൽ ഇറാനിലെ ഖഷം ദ്വീപിന് സമീപത്തു നിന്ന് തിരിച്ചുപോയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം യാത്ര പുനരാരംഭിക്കുകയും അമേരിക്കൻ വെല്ലുവിളിയെ മറികടന്ന് ഹോർമൂസ് കടക്കുകയും ചെയ്തു. ഇത് ട്രംപിന്റെ ഉപരോധത്തിന്റെ മണ്ടയ്ക്ക് കിട്ടിയ അടിയായി. അതിന് പിന്നാലെയാണ് മുരളികൃഷ്ണനും പാനമ പതാകയുള്ള കപ്പലും ഹോർമൂസ് കടന്നത്. ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പലിലും US ഉപരോധം മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് US സൈന്യം അവകാശപ്പെട്ടിരുന്നു. 6 ചരക്ക് കപ്പലുകളെ തിരികെ അയച്ചതായും US സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെയെല്ലാം നിരാകരിക്കുന്നതാണ് കപ്പലുകൾ കടന്നുപോയി എന്ന റിപ്പോർട്ട്. അമേരിക്കൻ ഉപരോധത്തെ തങ്ങൾ വകവെക്കുന്നില്ല എന്നാണ് ചൈനയുടെ നിലപാട്. പക്ഷേ ഉപരോധം ആരംഭിച്ച ശേഷം ഇറാൻ ബന്ധമുള്ള ഒരു കപ്പലും ഹോർമൂസ് കടന്നിട്ടില്ല എന്നാണ് US സൈന്യത്തിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കയുടെ ഉപരോധം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്നാണ് ഇറാന്റെ പരിഹാസം. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നത് പോലെ എളുപ്പമല്ല ഹോർമൂസിലെ കാര്യങ്ങളൊന്നും, സമൂഹ മാധ്യമത്തിൽ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നത് പോലെയല്ല ഇതെന്ന് ട്രംപ് മനസ്സിലാക്കണമെന്നും ഇറാൻ വ്യക്തമാക്കി. ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ പോയി തിരിച്ച് ബ്ലോക്ക് ചെയ്യാൻ ഹോർമൂസ് കടലെടുക്ക് സോഷ്യൽ മീഡിയ അല്ല എന്നാണ് ഇറാന്റെ പരിഹാസം. ട്രംപ് അമേരിക്കൻ ജനതയെ മുഴുവൻ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് എന്നും പലരും എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഹോർമൂസിൽ സമ്പൂർണ്ണ ഉപരോധം നിലവിൽ വന്നതായി അമേരിക്കൻ സേന അവകാശപ്പെട്ടിരിക്കുകയാണ്. US ഉപരോധം ഹോർമൂസ് കടലിടുക്കിൽ തുടർന്നാൽ ഇറാന് പ്രതിദിനം $435 ദശലക്ഷം അഥവാ ഏകദേശം 4081 കോടി രൂപ വരെ നഷ്ടമുണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപരോധം എണ്ണ, വളം, ഭക്ഷണം തുടങ്ങിയ ചരക്കുകളുടെ നീക്കത്തെ തടസ്സപ്പെടുത്താനും പണപ്പെരുപ്പത്തിന് കാരണമാകാനും ഇടവെച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 90% കടൽ വ്യാപാരം വഴിയാണ് നടക്കുന്നത്. ഏകദേശം $109 ബില്യൺ ഒരു വർഷം കടൽ വ്യാപാരത്തിലൂടെ ലഭിക്കുന്നത്. ഇത് നടക്കുന്നതാകട്ടെ ഹോർമൂസ് കടലിടുക്ക് വഴിയും. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് US ഉപരോധിച്ചാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇറാനിൽ സൃഷ്ടിക്കും. അതേസമയം അമേരിക്കയുടെ ഉപരോധം എത്രത്തോളം ശക്തമായിരിക്കുമെന്നതും ഇറാന്റെ ഹോർമൂസിന് പുറത്തുള്ള പാതയായ ജാസ്ക് ടെർമിനൽ വഴി എണ്ണ കയറ്റുമതി എത്രത്തോളം സാധ്യമാകും എന്നതിനെയും അടിസ്ഥാനമാക്കിയാകും നഷ്ടമെന്നും രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.